സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ രണ്ടാം ദിനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ തമ്മിലാണ് പ്രധാന മത്സരം. ഭരതനാട്യം, ഒപ്പന, മിമിക്രി, നാടോടി നൃത്തം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തി. ആദ്യ ദിനത്തിലെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ 210 പോയിന്റുമായി കണ്ണൂർ ജില്ലയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. 208 പോയിന്റോടെ കോഴിക്കോട് തൊട്ടു പിന്നിലെത്തി. ആതിഥേയരായ തൃശൂരും ആലപ്പുഴയും ഒപ്പത്തിനൊപ്പമായിരുന്നു. തൃശൂരിൽ പകൽ മുഴുവൻ കത്തുന്ന വെയിലാണെങ്കിലും കാണികൾക്ക് കുറവില്ല. മത്സരങ്ങൾ കാണാൻ രാത്രി വൈകിയും കാണികൾ കലോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തി. 18 വരെ 5 ദിവസവും 25 വേദികളിലായി അരങ്ങേറുന്ന കലാമത്സരങ്ങളിൽ 15,000 പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു. പൂക്കളുടെ പേരുകൾ നൽകി 25 വേദികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവ മേളയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് തിരിതെളിഞ്ഞത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ചെറുപൂരം ഒരുക്കിയാണ് കുരുന്നുകളെ സാംസ്കാരിക നഗരി വരവേറ്റത്. ഗാനരചയിതാവ് ബി ഹരിനാരായണൻ പ്രത്യേകം ചുട്ടപ്പെടുത്തിയ കലോത്സവ സ്വാഗതഗാനം കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നൃത്ത ആവിഷ്കാരമായി അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരം IM വിജയൻ, ചലച്ചിത്ര താരം റിയ ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ.